ഹലോ, പത്തരമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ജലജയെയും ദേവയാനിയെയുമാണ്. ജലജ ദേഷ്യത്തോടെ ദേവയാനിയോട് പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് എന്താ ചന്തുമോളെ പറ്റി പറയുമ്പോൾ പൊള്ളുന്നത്? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ചന്തുമോളുടെ മുഖത്ത് നോക്കുമ്പോൾ വല്ലാത്തൊരു നിഷ്കളങ്കതയാണ്, പാവവും തോന്നുന്നുണ്ട്. ആ സമയം ജലജ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഏട്ടത്തിക്ക് അങ്ങ് സ്നേഹിച്ചുകൂടെ അവളെ? അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, ഞാൻ അവളെ സ്നേഹിച്ചതായിരുന്നില്ലേ, പിന്നീട് എൻ്റെ മോൻ കാരണമാണ് ആ സ്നേഹം വേണ്ടാന്ന് വെച്ചത്. പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ്. അഭി ആദർശനെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആദർശന് വല്ലാത്ത ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ ആദർശ് പറയുന്നുണ്ട്, ഏതായാലും എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിന്റെ കയ്യിൽ എന്നെ താറടിക്കാനായി എന്തെങ്കിലും കിട്ടിയാൽ അത് വെച്ച് നീ എന്നെ നന്നായി ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്ന്. ഏതായാലും ഇനി നിന്റെ ആവശ്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ആദർശ് അങ്ങ് തീർത്ത് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി നയനയോട് പറയുന്നുണ്ട്, എപ്പോഴായാലും നിന്റെ അച്ഛനും അമ്മയും ചന്തുമോളെ പറ്റിയുള്ള സംഭവങ്ങളൊക്കെ അറിയും. അത് അപ്പോഴറിയുന്നതല്ലേ നല്ലത്. മാത്രമല്ല നിന്റെ അച്ഛന് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ട് തന്നെ തൽക്കാലം അവരോട് ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയണ്ട. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് ജലജ ദേവയാനിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി, ഇത്രയും നാൾ കൊച്ചു കിടന്നിരുന്നത് അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ്, ഇപ്പോൾ അതിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ജലജ. കാരണം ജലജ കാണുന്നുണ്ട് നയന കുഞ്ഞിനെയും കൂട്ടി നയനയുടെയും ആദർശിൻ്റെയും റൂമിലേക്ക് പോകുന്നത്. റൂമിൽ ആദർശ് കിടന്നുറങ്ങുന്നുണ്ട്. ആദർശിനേതായാലും ഇപ്പോൾ കുഞ്ഞിനോട് വെറുപ്പാണ്. എന്നിട്ട് നയന കുഞ്ഞിനെയും കൂട്ടി ആ റൂമിലേക്ക് തന്നെയാണ് പോകുന്നത്. ആദർശിനി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയില്ല. ഇതോടെ പ്രൊമോ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.